ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സർവഫലപ്രദമെന്ന് സനകാദികൾ ശ്രീ നാരദർക്ക് ഉപദേശിച്ചു. ആ കഥ പറയാം. ശ്രീ നാരദർ സർവദാ സഞ്ചാരിയാണല്ലോ. കലിയുഗം ആരംഭിച്ച ശേഷം മഹർഷി ഭൂലോകത്തിലുള്ള പുണ്യ തീർത്ഥങ്ങളിലെല്ലാം സഞ്ചരിച്ചു. അപ്പോൾ സർവത്ര അധർമ്മം വ്യാപിച്ചിരിക്കുന്നതായി കണ്ടു. മനസ്സന്തോഷ ഹേതുവായി ഒന്നും തന്നെ കണ്ടില്ല. സത്യം, ദയ, മാനം, തപസ് മുതലായവയെ ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല. ജനങ്ങൾക്ക് ഉദരപൂരണത്തിന് മാത്രമേ താല്പര്യം കണ്ടുള്ളൂ. നിസാര കാര്യങ്ങൾക്ക് പോലും കളവ് പറയുന്നു. ആർക്കും തന്നെ സദാചാര ശുദ്ധിയില്ല. പാവങ്ങളെ ബലവാന്മാർ ഹിംസിക്കുന്നു. ഗൃഹസ്ഥന്മാർ വിരക്തന്മാരെ പോലെ വേഷം കെട്ടി നടക്കുന്നു. ഗൃഹത്തിൽ സ്ത്രീകൾക്കാണ് പരമാധികാരം. പരദ്രോഹികൾ പരദേശികളായി നടക്കുന്നു. ധനത്തിനു വേണ്ടി കന്യകമാർ വിൽക്കപ്പെടുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും കലഹം തന്നെ. പുണ്യക്ഷേത്രങ്ങൾ, പുണ്യാശ്രമങ്ങൾ, പുണ്യതീർത്ഥങ്ങൾ എന്നിവയെല്ലാം നാസ്തികന്മാർ കൈയടക്കുന്നു. യോഗിയോ സിദ്ധനോ ഭക്തനോ ആയ ഒരാളെയെങ്കിലും കാണാനായില്ല. ദേശങ്ങൾ തോറും അന്നം വിൽക്കപ്പെടുന്നു. ബ്രാഹ്മണർ വേദങ്ങളെ വിറ്റു തിന്നുന്നു. സ്ത്രീകൾ വ്യഭിചരിക്കുന്നു. ഇവയെല്ലാം അതിവേദനയോടെ കണ്ടു കണ്ട് ദേവർഷി പുണ്യ യമുനാ തീരത്ത് വന്നു. അവിടെ ഒരു ആശ്ചര്യം കണ്ടു. ഭക്തിദേവി യുവസുന്ദരിയായും പുത്രന്മാരായ ജ്ഞാന വൈരാഗ്യങ്ങൾ വൃദ്ധന്മാരായും ഇരിക്കുന്നു. ദുഃഖിതരായ ഭക്തിമാത വിലപിക്കുന്നു. 3 പേരും കലി ബാധിച്ച് ഒന്നുപോലെ അംഗഭംഗം വന്ന് തളർന്ന് യമുനയിൽ വന്നതാണ്. വൃന്ദാവന ഭൂമിയുടെ മഹിമയാൽ ഭക്തിദേവിക്ക് വീണ്ടും യൗവനം കിട്ടി. ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധരായി തന്നെ തളർന്നു കിടക്കുന്നു. ദേവി ശ്രീ നാരദരോട് സങ്കടം പറഞ്ഞു. അപ്പോൾ ദേവർഷി ഇപ്രകാരം ആശ്വസിപ്പിച്ചു. ദേവി, കാലശക്തിയെ ആർക്കും തടുക്കാൻ കഴിയില്ല. ദാരുണമായ കലി എങ്ങും വ്യാപിച്ചു കഴിഞ്ഞു. സദാചാരവും യോഗവും തപസ്സും നശിച്ചു. ജനങ്ങൾ പാപികളും വഞ്ചകരും അസുര സ്വഭാവികളുമായി തീർന്നു. സജ്ജനങ്ങൾ സങ്കടപ്പെടുകയും ദുഷ്ടന്മാർ സന്തോഷിക്കുകയും ചെയ്യുന്ന കാലമാണിത്. ഈ ഭൂമി പ്രതിവർഷം ദുഷിച്ച് ആദിശേഷന് ഭാരമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ ആർക്കും വേണ്ട. പുണ്യ വൃന്ദാവന സംബന്ധം കൊണ്ട് മാത്രമാണ് ഭവതിക്കെങ്കിലും യൗവനം ലഭിച്ചത്. ഇവിടെയും ജ്ഞാന വൈരാഗ്യങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മുകുന്ദൻ അവതാരം ഉപസംഹരിച്ച അന്ന് തന്നെ കലി ലോകത്തിൽ പ്രവേശിച്ചു. പരീക്ഷിത്ത് മഹാരാജാവിന് കലിയെ അന്ന് തന്നെ വധിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തില്ല. സാരഗ്രാഹിയായ രാജാവ് കലിയിലും ഒരു മഹത്തായ ഗുണം കണ്ടു. അതായത് യോഗതപാദികളാൽ പോലും കിട്ടാത്ത പരമപദപ്രാപ്തി കലിയിൽ കേശവ കീർത്തനം കൊണ്ട് മാത്രം കൈവരും. അതുകൊണ്ട് രാജാവ് കലിയെ വധിക്കാതെ നിലയ്ക്ക് നിർത്തി. പരീക്ഷത്തിന്റെ കാലശേഷം കലിയെ അടക്കാൻ ആളില്ലാതെ ആയി. തന്മൂലം ഇപ്പോൾ വസ്തു സംസാരങ്ങളെല്ലാം നശിക്കാനിടയായി. ബ്രാഹ്മണർ വീട് തോറും നടന്ന ഭാഗവതം വായിച്ചു കേൾപ്പിക്കുന്നു. വീട്ടുകാർക്ക് ശ്രദ്ധയുണ്ടായിട്ടൊന്നുമല്ല, ബ്രാഹ്മണരുടെ നിർബന്ധം കൊണ്ട് കേൾക്കുന്നതാണ്. ബ്രാഹ്മണരും ഭാഗവത മഹിമയെ മുൻനിർത്തി കേൾപ്പിക്കുന്നതുമല്ല. അവർക്കും അല്പം ദാനം കിട്ടണം. തന്മൂലം കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഫലമില്ലാതെ കഥാസാരം നിഷ്ഫലമായി. മഹാപാപികൾ തീർത്ഥസ്ഥലങ്ങളിൽ ചെന്നിരുന്നു കൊണ്ട് നീചകർമ്മങ്ങളെ ചെയ്ത് തീർത്ഥസാരവും നശിപ്പിച്ചു. കാമക്രോധങ്ങളെ അല്പവും സംയമനം ചെയ്യാതെ വിഷയികൾ തപസ് ചെയ്തു തുടങ്ങിയതിനാൽ തപസാരവും നശിച്ചു. ധർമ്മം സംരക്ഷിക്കേണ്ട പണ്ഡിതന്മാർ പോത്തുകളെ പോലെ സ്ത്രീ സംയോഗം കൊണ്ട് കാലം കഴിക്കുന്നു. മുക്തി സാധനകളിൽ അവർക്കും അല്പവും താല്പര്യമില്ല. ദേവി, ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം കലിയുഗ ധർമ്മമാണ്. അതിനാൽ ഭഗവാൻ ശ്രീഹരിയും എല്ലാം സഹിക്കുന്നു. ഇത്രയും കേട്ടപ്പോൾ ദേവിക്ക് ഒരല്പം ആശ്വാസമായി.